നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു മുറിവേ ഉള്ളൂ. എന്താ പറ്റിയതെന്ന് പറയൂ. വേണ്ടാത്ത കാര്യത്തിന് പോയാൽ ദേഹം മുറിയും ചോരയും വരും. കൂട്ട് നന്നാവണം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എന്നോട് പുച്ഛമായിരുന്നല്ലോ. അനുഭവം വന്നപ്പോൾ എന്തായി? ഇതിവിടെ നിർത്തിയില്ലെങ്കിൽ ഇതിനേക്കാൾ വലുത് സംഭവിക്കും. മുറിവ് നിസ്സാരമാ, മരുന്ന് വെച്ചാൽ മാറും. അതുപോലെ ആയിരിക്കില്ല ഇനി സംഭവിക്കാൻ പോകുന്നത്. സൂക്ഷിച്ചാൽ അവരവർക്ക് കൊള്ളാം. എന്ത് പറ്റിയത്? ഒന്ന് വീണതാ. വീണതാത്രേ. കത്തി കൊണ്ട് മുറിഞ്ഞ പാടായത്. കത്തിയോ? സാറ് വെറുതെ പറഞ്ഞോ, ഞാൻ പോരാ. മോനെ വിശാലേ, എങ്ങനെയാടാ മുറിഞ്ഞത്? വീണതാമേ. എന്റെ മുഖത്ത് നോക്കി നിനക്കത് പറയാൻ പറ്റൂ? ആക്രമണത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല അല്ലേ? നീയോ നശിച്ചു. എന്തിനാ നിരഞ്ജനെ കൂടി അതിലേക്ക് വലിച്ചേക്കുന്നത്? ഉപദ്രവിച്ച് മതിയല്ലേ നിനക്ക്? അതിന്റെ കാരണക്കാരൻ ആരാണെന്ന് എനിക്കും അറിയാം, അങ്കിളിനും അറിയാം. മേലാൽ ഇത് ആവർത്തിക്കരുത്. ഇനി എന്റെ വീട്ടിലേക്ക് ഗുണ്ടകളെ അയച്ചാ ഇതൊന്നും ആയിരിക്കില്ല എന്റെ പ്രതികരണം. അങ്കിളാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും. നീ അങ്ങനെ ആളാകുമെന്നും വേണ്ട. കൊള്ളനല്ലേ നീ? എടാ നീ അന്തസ്സുള്ളവനാണെങ്കിൽ സീതാലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് അടിച്ചെടുത്ത് എന്റെ കാശ് എനിക്ക് തിരിച്ചതാ. അതൊക്കെ ഞാൻ തരും. ഇപ്പോഴല്ല, സമയമാവുമ്പോ. അതിനു മുമ്പ് അത് കിട്ടാൻ ഇന്ന് കാണിച്ചതുപോലുള്ള സാഹസം വല്ലതും കാണിച്ച മരിക്കാൻ തയ്യാറായിട്ട് നടക്കുന്നവനാ ഞാൻ. അങ്കിളിനെ തല്ലിയെന്നൊരു ചീത്തപ്പേര് എനിക്ക് വാങ്ങിത്തരരുത്. അപ്പോ ഇതൊക്കെ ചെയ്തത് ഏട്ടനായിരുന്നു അല്ലേ? അതേടി, ഞാൻ തന്നെ. ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. മര്യാദക്ക് ജീവിച്ചാൽ നിനക്കും കൊള്ളാം, നിന്റെ മകനും കൊള്ളാം. അല്ലെങ്കിൽ പച്ചക്ക് കത്തിക്കും എല്ലാത്തിനും. സത്യം പറ, ഇത് എന്ത് പറ്റിയതാ? വീണതാണെന്നേ. അല്ല, കത്തി കൊണ്ടുള്ള മുറിവാണെന്ന് ഡാഡി പറഞ്ഞല്ലോ. അതിൽ വല്ല സത്യമുണ്ടോ? നിനക്കെന്ത് തോന്നുന്നു? എന്തോ കുഴപ്പമുണ്ട്. ഇന്ന് ഞാൻ ഒരുപാട് വിളിച്ചു, നിങ്ങൾ ഫോൺ എടുത്തില്ല. എടുക്കാൻ തോന്നിയില്ല. അത്രയ്ക്ക് സങ്കടം തോന്നി നിന്റെ ഡാഡി എന്റെ അമ്മയെ വേദനിപ്പിച്ചപ്പോൾ. അതിന് ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. നിന്നോടുള്ള ദേഷ്യം ആയിരുന്നില്ല കാരണം. എനിക്ക് എന്നോട് തന്നെയായിരുന്നു ദേഷ്യം. പാവം എൻ്റെ അമ്മ. ഞാൻ കാരണമല്ലേ ഇതൊക്കെ സഹിക്കേണ്ടി വരുന്നത്. ഓട്ടെ, ഡാഡിക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഡാഡി ചെയ്ത തെറ്റിന് മകളെ ശിക്ഷിക്കാൻ മാത്രം ക്രൂരനൊന്നുമല്ല ഞാൻ. പക്ഷേ ഈ മുറിവുണ്ടാക്കി തന്നത് നിന്റെ ഡാഡിയാ. എന്ന് വെച്ചാ സ്വാമി. സ്വാമിയോ? അതെ, സ്വാമിയാ ഇത് ചെയ്തത്. അപ്പൊ അതിന്റെ പിന്നിൽ ആരാണെന്ന് നിനക്ക് ഊഹിക്കാമല്ലോ. നിന്റെ ഡാഡി. വിശാലായിരുന്നു ലക്ഷ്യം. കൊല്ലാൻ കണക്കാക്കി തന്നെ അവർ വന്നത്. ഭാഗ്യത്തിന് തക്ക സമയത്ത് ഞാൻ അവിടെ എത്തി. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? നിന്റെ ഡാഡി തീറ്റിപ്പോയിട്ടുന്ന ക്രിമിനലാ സ്വാമി.
സാത്വികനെ പോലെ നടക്കുന്നുവെന്നേ ഉള്ളൂ. കയ്യിലിരിപ്പ് മുഴുവൻ ഒരു ക്രിമിനലിൻ്റെയാണ്. കാശ് അന്വേഷിച്ച് വന്നതായിരിക്കോ? എന്തന്വേഷിച്ച് വന്നാലും അതൊന്നും നല്ലതിനല്ല.